ഈ പുതിയ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് പുറത്ത് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ ന്യൂജേഴ്സിയിലാണ്. കഴിഞ്ഞ 2023 ഒക്ടോബർ 8 തീയതിയാണ് ഈ ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്തത്. ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ നിന്ന് ഏകദേശം 60 മൈൽ തെക്കും വാഷിംഗ്ടൺ DC-ക്ക് 180 മൈൽ വടക്കും സ്ഥിതി ചെയ്യുന്ന ന്യൂജേഴ്സിയിലെ ലിറ്റിൽ റോബിൻസ്വില്ലെ ടൗൺഷിപ്പിലുള്ള ബാബ്സ് അക്ഷർധാം സ്വാമിനാരായണൻ ക്ഷേത്രമാണത്. ഏകദേശം 12 വർഷമെടുത്താണ് ഈ ക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. 12,500-ലധികം തൊഴിലാളികളാണ് ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കുവാനായി പങ്കെടുത്തിട്ടുള്ളത്. 255 അടി വീതിയിലും 345 അടി നീളത്തിലും 183 ഏക്കറിലാണ് അക്ഷർധാം ക്ഷേത്രം പരന്നു കിടക്കുന്നത്. നിലവിൽ ആയിരക്കണക്കിന് പേരാണ് പ്രതിദിനം ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത്. അതിൽ തന്നെ വിവിധ മതസ്ഥരും പെടുന്നു. പുരാതന ഹൈന്ദവ ഗ്രന്ഥങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൽ വേരൂന്നിയ രൂപകൽപ്പനാ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ഈ ക്ഷേത്രത്തിൽ 10,000 പ്രതിമകളും ഇന്ത്യൻ സംഗീതോപകരണങ്ങളും നൃത്തരൂപങ്ങളും ചിത്രീകരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളുമുണ്ട്. വലിപ്പത്തിന്റെ കാര്യത്തിലാണെങ്കിൽ കംബോഡിയയിലെ അങ്കോർ വാട്ടിനു ശേഷം ആഗോളതലത്തിൽ 2ാമത്തെ വലിയ ക്ഷേത്രം കൂടെയാണിത്. 500 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമായി 12ാം നൂറ്റാണ്ട് പഴക്കമുള്ള അങ്കോർ വാട്ട് ക്ഷേത്ര സമുച്ചയം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി അംഗീകരിക്കപ്പെട്ടിരുന്നു. സ്വാമിനാരായൺ സംസ്ഥയുടെ കീഴിലുള്ള ഡൽഹിയിലെ അക്ഷർധാം ക്ഷേത്രം 100 ഏക്കറിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. 19ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടിരുന്ന ഹിന്ദു ആത്മീയ നേതാവായിരുന്നു ഭഗവാൻ സ്വാമിനാരായൺ. അദ്ദേഹത്തിനുള്ള ആദരവ് കൂടിയായിട്ടാണ് സ്വാമിനാരായൺ സംസ്ഥയുടെ കീഴിൽ ഇത്തരത്തിലുള്ള നിർമ്മിതികൾ ലോകത്താകമാനം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കല്ലുകളും മറ്റും പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമാണ്. പിന്നീട് ഈ കല്ലുകളെല്ലാം തന്നെയും അമേരിക്കയിലേക്ക് കൊണ്ടുപോകുകയും അവിടെ വെച്ച് പലതരത്തിലുള്ള കരകൗശല വിദ്യകൾക്ക് വിധേയമാകുകയും ശില്പരൂപങ്ങളും മറ്റു കൊത്തുപണികളും എടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ക്ഷേത്രത്തിന്റെ ഭാഗമായി മാറിയിട്ടുള്ളത്. ന്യൂജേഴ്സിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ ഏറിയ പങ്കും വഹിച്ചിട്ടുള്ളത് ഇന്ത്യക്കാരായിട്ടുള്ള നിർമ്മാണ തൊഴിലാളികൾ തന്നെയാണ്. അതിൽ തന്നെ അതീവ വിദഗ്ധരായിട്ടുള്ള ശില്പികളും പെടുന്നു. ക്ഷേത്രത്തിനകത്ത് അതിസങ്കീർണമായിട്ടുള്ള ശില്പങ്ങളാണുള്ളത്, അതുപോലെ തന്നെ പ്രതിമകളും. ഇന്ത്യൻ സംഗീതം, നൃത്തം, കലാപരിപാടികൾ എന്നിവയുടെ കാലാതീതമായ പാരമ്പര്യത്തെ വിദഗ്ധമായി ചിത്രീകരിക്കുന്ന ചിത്രപ്പണികളും ക്ഷേത്രത്തിനകത്തുണ്ട്. ഇതിനൊക്കെ പുറമെ തന്നെ ഭാരതത്തിനും ഹിന്ദുമതത്തിനും അഗാധമായ സംഭാവനകൾ നൽകിയ ആദരണീയരായ സന്യാസി വര്യന്മാരുടെയും ആത്മീയ നേതാക്കളുടെയും ചിത്രങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്രത്തിനകത്തുണ്ട്. ന്യൂജേഴ്സിയിലെ ഈ ഒരു അക്ഷർധാം ക്ഷേത്രം ഏറ്റവും വലുതാണെങ്കിലും ഏകദേശം 1,400-ലധികം ക്ഷേത്രങ്ങളാണ് ബാബ് സ്വാമിനാരായൺ സംസ്ഥ വിവിധ രാജ്യങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ തന്നെ യുണൈറ്റഡ് കിങ്ഡം, കാനഡ, കെനിയ, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെയുമുണ്ട്. 1997-ലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ തുടങ്ങുന്നത്. പക്ഷേ ക്ഷേത്രത്തിന്റെ നിർമ്മാണം തുടങ്ങുന്നത് 2010-ലാണ്. ഏകദേശം 68,000 ക്യൂബിക് ഫീറ്റ് ഇറ്റാലിയൻ മാർബിളാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്. യൂറോപ്പിലെ വിവിധ ഭാഗങ്ങളിലെ മാർബിൾ ക്വാറികളിൽ നിന്നും ശേഖരിച്ച മാർബിളുകൾ രാജസ്ഥാനിലേക്ക് കയറ്റി അയക്കുകയാണ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. പിന്നീട് 100 കണക്കിന് ശില്പികൾ രാജസ്ഥാനിൽ വെച്ചാണ് ക്ഷേത്രത്തിനാവശ്യമായിട്ടുള്ള മാർബിളുകളിൽ ശില്പപ്പണികളും ചിത്രപ്പണികളും മറ്റും ചെയ്തു തീർത്തത്. പണികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഇതേ മാർബിൾ വീണ്ടും അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നു. അമ്പലത്തിന് ചുറ്റുമായി നിർമ്മിച്ചിരിക്കുന്ന മണ്ഡപത്തിന് ഏകദേശം 27 മീറ്ററാണ് വീതി വരുന്നത്. 133 അടി നീളത്തിൽ കിടക്കുന്ന ഈ മണ്ഡപം 42 അടി ഉയരവുമുണ്ട്. ഈ ഒരു പ്രധാന മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് ഏതൊരു കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. അതിനു പുറമെ തന്നെ ആനകളുടെയും മയിലുകളുടെയും മുൻകാലങ്ങളിലെ ഹിന്ദു ആരാധനാമൂർത്തികളുടെയും ശില്പങ്ങളും ഈ ഒരു മണ്ഡപത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഏകദേശം 47 ലക്ഷം മണിക്കൂർ സമയമാണ് ക്ഷേത്രത്തിന്റെ പണികൾ പൂർത്തിയാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള സമയമെന്ന് പറയുന്നത്. മൊത്തത്തിൽ 13 ശ്രീകോവിലുകളാണ് അക്ഷർധാം ക്ഷേത്രത്തിനുള്ളത്. അതിൽ തന്നെ പ്രധാന ശ്രീകോവിലിൽ സ്വാമിനാരായണനും പിന്നീടുള്ള ശ്രീകോവിലുകളിൽ രാധാകൃഷ്ണ, വെങ്കടേശ്വര, പത്മാവതി, സീതാരാമൻ, ലക്ഷ്മണൻ, ഹനുമാൻ, ശിവപാർവതി, ഗണേശൻ, അതുപോലെ മുരുകൻ എന്നിവരുടെ പ്രതിഷ്ഠകളാണ് പ്രധാനമായുമുള്ളത്. അക്ഷർധാം ക്ഷേത്രത്തിന്റെ പണി നടക്കുന്നതിനോടൊപ്പം തന്നെ ഏകദേശം 2 ലക്ഷത്തിൽ പരം മരങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ബാബ് സ്വാമിനാരായൺ സംസ്ഥ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അതിനു പുറമെ തന്നെ അക്ഷർധാം ക്ഷേത്രത്തിലേക്കുള്ള വൈദ്യുതി മുഴുവനായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് 6 ഏക്കറിൽ പരന്നു കിടക്കുന്ന സൗരോർജ്ജ പാടത്തു നിന്നാണ്.